ഹൈ വോൾട്ടേജ് ലൈനുകൾക്ക് താഴെയുള്ള വനഭൂമിയിൽ കൃഷി ചെയ്യുന്ന തീറ്റപ്പുല്ലാണ് കോന്നി ആനത്താവളത്തിലെ കരിവീരന്മാരുടെ വിശപ്പടക്കാൻ നൽകുന്നത്. 2013 മണ്ണറയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച തീറ്റപ്പുൽ കൃഷി ഇന്ന് വൻ വിജയമാണ്. ഹൈ വോൾട്ടേജ് ലൈനുകൾക്ക് താഴെയുള്ള വനഭൂമി എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്ന ചിന്തയാണ് തീറ്റപ്പുൽ കൃഷിയിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ കോന്നി ആനത്താവളത്തിലെ കരിവീരന്മാർക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് ഈ തീറ്റപ്പുല്ലുകൾ. ദിവസേന 950 കിലോ പുല്ലാണ് ഗജവീരന്മാർക്കായി ഇവിടെ നിന്നും കയറ്റി അയക്കുക. പ്രത്യേക ഇനത്തിലുള്ള പുല്ലുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. CA4, CA5, CO3, പാച്ചോൺ ഈ പുല്ലുകളാണ്. നമ്മൾ 10, 50, 55, 60 ദിവസം ആകുമ്പോൾ ഈ പുല്ല് വെട്ടിയെടുക്കും. പിന്നെ ഇതിൻ്റെ കാട് തെളിച്ച് ചരണ്ടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് വളവിട്ട് ചരണ്ടി അടുപ്പിക്കും. മണ്ണീറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുകൂടി കടന്നു പോകുന്ന മൂഴിയാർ പോത്തൻകോട് 220 kV ഹൈ വോൾട്ടേജ് ലൈനിന് താഴെയുള്ള ഭൂമിയിലാണ് കൃഷി. തുടക്കത്തിൽ 5 ഹെക്ടറിൽ ആരംഭിച്ച കൃഷി ഇന്ന് 8 ഹെക്ടറിലായി വ്യാപിപ്പിച്ചു കഴിഞ്ഞു. പണിക്കൊക്കെ കൂടുന്ന ആളുകൾക്ക് ഒരു കൂടുതൽ സമയം തൊഴിൽ സാധ്യതയും പാവപ്പെട്ടവർക്ക്, അതിനോടൊപ്പം പിന്നെ ആനക്കൂട്ടിലെ ആനകൾക്ക് പുല്ല് കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ അന്നത്തെ FDAയിൽ ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങളാണിത്. വനസംരക്ഷണ സമിതിയുടെ നിയന്ത്രണത്തിലുള്ള വനജ്യോതി സ്വാശ്രയ സംഘത്തിലെ 12 അംഗങ്ങളുടെ കഠിനാധ്വാനമാണ് ഈ പച്ചപ്പിന് പിന്നിൽ. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കാൻ ഇവിടെ സോളാർ വേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ പച്ചപ്പ് നിലനിർത്തുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.